ഇപ്പോൾ ഈ ഉരുൾപൊട്ടിയതിന്റെ 1.5 കിലോമീറ്റർ താഴെയായി മരങ്ങളൊക്കെ അടിഞ്ഞ സ്ഥലത്ത് ഇനിയും മൃതദേഹങ്ങൾ കിടക്കുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ട്രോമാ കെയർ പ്രവർത്തകർ 8 മൃതദേഹമാണ് ഈ പ്രദേശത്ത് നിന്ന് ഇതുവരെ കണ്ടെത്തിയത്. ഇസ്മായിൽ പ്രതികരിക്കാനായി നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഇസ്മായിൽ, ഈ 1.5 കിലോമീറ്റർ അകലെ എന്ന് പറയുന്ന സ്ഥലം, അത് അവിടുത്തെ ശരിക്കും ആ സ്ഥല പേരെന്താണ്? അവിടെ ഇനിയും 8 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. മറ്റു കൂടുതൽ മൃതദേഹം ഇപ്പോഴും അവിടെ ഉണ്ടെന്നുള്ളതാണോ? അതെ അതെ, കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ ഉണ്ടെന്ന് തന്നെയാണ്. അവിടെ ഇപ്പോൾ JCB ഇപ്പൊ വന്നിട്ടുണ്ട്. JCB വന്നിട്ട് ഒരുപാട് മരങ്ങളാണുള്ളത്. അതിവിടെ മെയിൻ പവർ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത മരങ്ങളാണ് അവിടെ ഉള്ളത്. ആദ്യഘട്ടത്തിൽ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചില്ലായിരുന്നു? ഇല്ല, സാധിക്കില്ല. അവിടെ ഇപ്പൊ നമ്മൾ ഫയർഫോഴ്സോ നമ്മളെ ഒരു ടീമും അവിടെ എത്തിയിട്ടില്ല ഇതുവരെ. ഇപ്പോഴാണ് എല്ലാവരും അവിടെ അറിഞ്ഞു തുടങ്ങിയത്. വളണ്ടിയേഴ്സ് അവിടെ തെരച്ചിൽ നടത്തുമ്പോഴാണ് ബോഡി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വളണ്ടിയേഴ്സും ഉണ്ട് അവിടെ. അവിടെ നിന്നും മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്താൻ, പുറത്തേക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലമാണോ? അങ്ങോട്ടേക്ക് എത്താൻ? അതെ അതെ, ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് പിന്നെ ഹിറ്റാച്ച് പോലത്തെ വലിയ വലിയ ഇത് വണ്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഉള്ളിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ഇനി എടുക്കാൻ പറ്റൂ. ഇത് ഒരുപാട് മൃതദേഹം, അതായത് ഇപ്പോൾ 8 മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. നമ്മള് പിന്നെ അവിടെ നിന്ന് ഇപ്പൊ 8 മൃതദേഹങ്ങളാണ് എടുത്തത്. ഇനിയും അവിടെ ഉണ്ട്? എന്നെ അവിടെ ഉണ്ടാകാൻ സാധ്യത ഉള്ളത്. സാധ്യത മാത്രമാണോ അതോ അവിടെ? അല്ലല്ല, അവിടെ ഒരുപാട് മരങ്ങൾക്കിടയിൽ ഒരുപാട് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് അവിടെ ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടല്ലേ? തെരച്ചിലുണ്ട്. തെരച്ചിൽ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥലത്തിന്റെ ശരിയായ പേരെന്താ? സ്ഥലത്ത് ആ പേര് എനിക്ക് അത്ര ക്ലിയർ അല്ല. അവിടുന്ന് നമ്മള് പോലീസ് വണ്ടിയൊക്കെ അവിടെ വെച്ചതിന് അവിടെ മേലോട്ടേക്ക് ഒരു റോഡുണ്ട്. ആ റോഡ് അവസാനിക്കുന്ന ഇടത്തിലാണ് ഒരു വില്ലേജ് ഓഫീസൊക്കെ ഉണ്ട് അവിടെ. അതിന്റെ പിറകിലായിട്ടാണ് വരുന്നത്. ശരി, ഇസ്മായിൽ ആണ് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ ഉരുള് പൊട്ടിയതിന് താഴെയായിട്ട് ഇനിയും ഒരു മരത്തിന്, നിറയെ മരങ്ങളുള്ള സ്ഥലമുണ്ട്. അവിടെ ഇനിയും മൃതദേഹങ്ങൾ കൂടി കിടക്കുന്നു, അടിഞ്ഞു കിടക്കുന്നു. ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അവിടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയേക്കുമെന്നുള്ള വിവരമാണ് അദ്ദേഹം നൽകിയത്.